ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA സെക്കൻഡ് സെം പ്രായോഗിക മലയാളം എന്ന പുസ്തകത്തിലെ മൂന്നാമത്തെ ബ്ലോക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസറുകളാണ്, എക്സാം ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ആൻസറുകളാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. പെയ്ഡ് നോട്ട്സോ പെയ്ഡ് അസൈൻമെൻറ്റ്സോ ഒക്കെ ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ മുൻ വീഡിയോസിലൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ വീഡിയോക്ക് ലാസ്റ്റിലോ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. പല സബ്ജക്റ്റുകളുടെയും നോട്ട്സും അസൈൻമെൻറ്റ്സും ഉണ്ട്. അപ്പോൾ വാട്സപ്പിൽ വരികയാണെങ്കിൽ ഡീറ്റെയിൽസ് തരാം, പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങൾ അതിൽ പറയാം. ഓക്കെ, നമുക്ക് നോക്കാം, ക്ലാസ്സിലേക്ക് പോകാം. ഇതിൽ നമുക്ക് മൂന്നാമത്തെ ബ്ലോക്കിൽ നമുക്ക് 3 യൂണിറ്റുകളാണ് പ്രധാനമായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കേണ്ടത് കേട്ടോ. അതിൽ നമ്മൾ ഫസ്റ്റ് യൂണിറ്റിന് 2 അധ്യായങ്ങളാക്കിയിട്ടുണ്ട്. മൂന്നാമത്തെ ബ്ലോക്കിൽ ഫസ്റ്റ് യൂണിറ്റ് 2 അധ്യായങ്ങളാണ്. ഫസ്റ്റ് യൂണിറ്റിലെ തന്നെ അധ്യായം 1, അധ്യായം 2. അപ്പോൾ രണ്ടാമത്തെ അധ്യായമാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. വാർത്താമൂലകങ്ങൾ എന്ന് പറഞ്ഞിട്ട് ജോയ് തിരുമൂലപുരത്തിൻ്റെ ഒരു ലേഖനമുണ്ടല്ലോ, അതിനെ ആസ്പദമാക്കിയിട്ടാണ്. അതിന് കുറേ ആളുകൾ വൺ വേർഡൊക്കെ പറയാൻ ആവശ്യപ്പെട്ടിരുന്നു. പറ്റുമെങ്കിൽ വൺ വേർഡ് സമയത്തിനനുസരിച്ച് സമയമുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിനകത്ത് നോക്കുക, നമുക്ക് 5 മാർക്കിൻ്റെ ചോദ്യമാണ് ഇതിലാദ്യം വരുന്ന പ്രധാനപ്പെട്ട. വാർത്താമൂലകങ്ങളായി അവതരിപ്പിച്ച 6 ചോദ്യങ്ങളുടെ പ്രസക്തി വ്യക്തമാക്കുക എന്നാണ്. 6 ചോദ്യങ്ങൾ ഏതെന്നല്ല, 6 ചോദ്യങ്ങളുടെ പ്രസക്തി വ്യക്തമാക്കാനാണ്. അപ്പോൾ ആദ്യം എന്താണ്, വാർത്താമൂലകങ്ങളായിട്ട് അവതരിപ്പിച്ച 6 ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 1 വെൻ, എപ്പോൾ. രണ്ടാമത്തത് വേർ, എവിടെ. 3 വാട്ട്, എന്ത്. 4 വൈ, എന്തുകൊണ്ട്. 5 ഹൂ, ആര്. 6 ഹൗ, എങ്ങനെ. മലയാളം എഴുതിയാൽ മതി. എന്താണ്, എപ്പോൾ, എവിടെ, എന്ത്, എന്തുകൊണ്ട്, ആര് എന്നുള്ളതാണ് കേട്ടോ. ഇതാണ് 6 ചോദ്യങ്ങൾ. പിന്നെ ഇവയ്ക്കുള്ള ഉത്തരം പോലെയാണ് വാർത്ത എഴുതേണ്ടതെന്നാണ് പറയുന്നത്. ഒരു സംഭവത്തെപ്പറ്റി വായനക്കാർ ആഗ്രഹിക്കുന്ന വസ്തുതകളുടെ ചോദ്യങ്ങളാണ് ഈ 6 ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരം നൽകാൻ ഒരു വാർത്തയ്ക്ക് കഴിയണം. ഈ ചോദ്യങ്ങളിൽ ഒന്നിനെ പരിഗണിക്കാതിരുന്നാൽ പോലും വാർത്ത അപൂർണമാകും. അതുപോലെ തന്നെ പത്രമാധ്യമത്തിൻ്റെ ധർമ്മം ഒരു വാർത്ത അതിൻ്റെ പൂർണ്ണതയോടെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ്. അപ്പോൾ ആ പൂർണ്ണത നേടാൻ ഈ ചോദ്യങ്ങളിൽ ഒന്ന് വിട്ട് കഴിഞ്ഞാൽ കഴിയില്ല. ഇൻട്രോ എന്ന ഭാഗത്ത് തന്നെ, അഥവാ വാർത്തയുടെ തുടക്കത്തിൽ തന്നെ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഉൾക്കൊള്ളാൻ ആദ്യകാലത്തെ പത്രങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. എന്നാൽ അത്തരം ഒരു രീതി വാർത്തയുടെ തുടക്കത്തെ കൂടുതൽ സങ്കീർണവും ദീർഘവും ആക്കുന്നതിനാൽ പിന്നീട് എന്ത് ചെയ്തു, കുറച്ച് ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരം ഇൻട്രോയിൽ, അതായത് ഇൻട്രൊഡക്ഷനിൽ, ആമുഖത്തിൽ കൊടുക്കുന്ന രീതി പിന്തുടർന്നു. ബാക്കി ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ അടുത്ത ഭാഗത്ത് കൊടുക്കുന്ന രീതി സ്വീകരിക്കുകയും ചെയ്തു. സംഭവ സ്ഥലത്തു നിന്നോ അല്ലാതെയോ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ ഈ ചോദ്യങ്ങൾ റിപ്പോർട്ടറുടെ മനസ്സിൽ വരണം. ആദ്യ റിപ്പോർട്ട് തന്നെ ഇത്തരത്തിൽ ചോദ്യങ്ങളെ പിന്തുടർന്നുകൊണ്ട് പോകുന്നതാകയാൽ പിന്നീട് കൂടുതൽ പണി വരുന്നില്ല. എഡിറ്റിങ്ങിനും ഇതൊരുപാട് സഹായിക്കും. ഇത്രയാണ് അതിൻ്റെ ഒരു ഉത്തരം. ഇനി ഇതൊന്നൊരു എസ്സേ ആണ് കേട്ടോ. അതുകൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താണ്. ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ചു. നോക്കാം നമുക്ക് എസ്സേ. വാർത്താമൂലകങ്ങളെയും അവയുടെ ശരിയായ ഉപയോഗത്തെയും ന്യൂസ് എന്ന ഇംഗ്ലീഷ് പദത്തിലെ 4 അക്ഷരങ്ങൾ ഉപയോഗിച്ച് ജോയ് തിരുമൂലപുരം വ്യക്തമാക്കുന്നത് എങ്ങനെ എന്ന് വിശദമാക്കുക എന്നാണ് എസ്സേ. ആൻസർ: ന്യൂസ് എന്ന ഇംഗ്ലീഷ് പദത്തിലെ ആദ്യത്തെ അക്ഷരമായ N ന്യൂസ് വാല്യൂ അഥവാ വാർത്താ മൂല്യത്തെ സൂചിപ്പിക്കുന്നു. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം പത്രങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതും റേഡിയോയിലൂടെ കേൾക്കുന്നതും ടെലിവിഷനിലൂടെ കാണുന്നതുമായ കാര്യങ്ങളാണ് വാർത്തകൾ. എന്നാൽ വാർത്തകൾ സംഭവങ്ങളല്ല, മറിച്ച് സംഭവങ്ങളെ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകളാണ്. ആയിരക്കണക്കിന് സംഭവങ്ങൾ, പ്രതികരണങ്ങൾ, പ്രസ്താവനകൾ തുടങ്ങിയവ അനുദിനം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് വാർത്താ മൂല്യമുള്ളത്, ഏതൊക്കെയാണ് പ്രധാനപ്പെട്ടവ, ഏതൊക്കെയാണ് ഒഴിവാക്കേണ്ടത്, ഏതൊക്കെയാണ് മുൻപേജിൽ സ്ഥാനം പിടിക്കേണ്ടത്, ഇങ്ങനെ വാർത്തയെ മൂല്യനിർണ്ണയം ചെയ്യുമ്പോൾ പാലിക്കേണ്ട ചില പൊതു മാനദണ്ഡങ്ങളുണ്ട്. ഒരു സംഭവം വലിയൊരു വിഭാഗം ജനങ്ങളെ ബാധിക്കുന്നതോ ബാധിക്കാൻ സാധ്യതയുള്ളതോ ആണെങ്കിൽ അത് വൻ വാർത്തയാകും. എല്ലാ സംഭവങ്ങളും ജനങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനം ചെലുത്താൻ സാധിക്കുകയും ചെയ്യും. എന്നാൽ സമൂഹത്തിൽ വലിയ തോതിൽ അനന്തരഫലങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ അവ നിശ്ചയമായിട്ടും വാർത്തകളായിട്ട് സ്ഥാനം പിടിക്കും. മിക്ക അഭിപ്രായ ഭിന്നതകൾക്കും വാർത്താമൂല്യമുണ്ട്. അഭിപ്രായ ഭിന്നതകൾ സംഘർഷത്തിലേക്കും തുടർന്ന് നാശനഷ്ടങ്ങളിലേക്കും എത്തിച്ചേരുമ്പോൾ അവയുടെ വാർത്താമൂല്യം വർദ്ധിക്കുന്നു. ചെറിയ അപകടങ്ങൾ ചെറിയ വാർത്തകളും വലിയ അപകടങ്ങൾ വലിയ വാർത്തകളുമായിട്ട് മാറുന്നു. സമകാലികത്വം വാർത്താമൂല്യത്തിൽ പ്രധാനപ്പെട്ടതാണ്. സമയം വൈകുന്തോറും വാർത്തയുടെ മൂല്യം നഷ്ടപ്പെടും. അതുപോലെ തന്നെ വാർത്ത നടക്കുന്ന സ്ഥലവുമായിട്ട് വായനക്കാരനുള്ള അടുപ്പവും വാർത്താമൂല്യം വർദ്ധിപ്പിക്കും. ഇപ്പോൾ നമുക്ക് പരിചയമുള്ള സ്ഥലത്താണെങ്കിൽ നമ്മളൊന്നുകൂടി അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ, ആലോചിക്കാൻ, അന്വേഷിക്കാനും ഇടവരുമല്ലോ. അതാ പറയുന്നത് കേട്ടോ.
മനുഷ്യൻ്റെ വികാരത്തെ തൊട്ടുണർത്തുന്ന വാർത്തകൾ വാർത്താമൂല്യമേറിയവയാണ്. പുതുമയുള്ള പ്രസ്താവനകൾ, പ്രവൃത്തികൾ, സംഭവങ്ങൾക്കൊക്കെ വാർത്താമൂല്യമുണ്ട്. സംഭവങ്ങളിലെ സാധാരണത്വമാണ് ഇതിന് കാരണം. ചിലരുടെ പേരുകൾ തന്നെ വാർത്ത സൃഷ്ടിക്കും. സെലിബ്രിറ്റികളായ ആൾക്കാരുടെ ഇടപെടലുകൾ, പ്രസ്താവനകൾ, ജീവിതം ഇവയൊക്കെ വാർത്താ പ്രാധാന്യം നേടുന്നുണ്ട്. ധനസംബന്ധമായ കാര്യങ്ങൾ, ലൈംഗികതയുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾക്കൊക്കെയും വാർത്താമൂല്യമുണ്ട്. ഇങ്ങനെ വാർത്താമൂല്യമുള്ള വാർത്തകൾ മാത്രമേ മാധ്യമത്തിൽ ഇടം പിടിക്കുന്നുള്ളൂ. ഇനി ന്യൂസിൽ അടുത്ത പദം അടുത്ത അക്ഷരം. ന്യൂസ് എന്ന പദത്തിലെ രണ്ടാമത്തെ അക്ഷരമായ ഈ എംഫസിസ് എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അഥവാ ഊന്നലാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇൻട്രോയിൽ, അതായത് ആമുഖത്തിൽ വാർത്തയുടെ പ്രധാനവും രസകരവുമായ വസ്തുതകൾ ഉണ്ടോ എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട പ്രധാന കാര്യങ്ങൾ ഇൻട്രോയിൽ കൊടുത്തിട്ടുണ്ടാവണം. മാത്രവുമല്ല, ഇൻട്രോ രസകരമായി അവതരിപ്പിക്കുകയും ചെയ്യണം. രസകരമായ ഇൻട്രോ വായനക്കാരെ ആകർഷിക്കുകയും ഇരുത്തി വായിപ്പിക്കുകയും ചെയ്യും. ഇനി അടുത്ത അക്ഷരമായ W, വർത്തിനസ് എന്നാണ്. വർത്തിനസ് അഥവാ വാർത്താ വായന പ്രധാനമാണോ അല്ലെങ്കിൽ വാർത്ത വായിക്കാൻ കൊള്ളാമോ എന്നതാണത് സൂചിപ്പിക്കുന്നത്. വായനയെ സുഗമമാക്കുന്ന രീതിയിലായിരിക്കണം വാർത്തയിലെ ഭാഷ. അപ്പോൾ ഭാഷയ്ക്ക് ഇതിലൊരു പ്രാധാന്യമുണ്ട്. ഇപ്പോൾ എന്താണ് പറയുന്നത്, നമ്മൾ സാധാരണക്കാരായ ജനങ്ങളടക്കം വായിക്കുന്നതാകിയാൽ അവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പൊതുവായ ഭാഷയും ലാളിത്യവും ഉപയോഗിക്കണം. ഇനി അടുത്ത അക്ഷരമാണ് S, ന്യൂസ്. ലാസ്റ്റ് അക്ഷരം അല്ലേ, സോഴ്സ് എന്നാണ്. ഇവിടുത്തെ ഉറവിടത്തെയാണത് സൂചിപ്പിക്കുന്നത്. വാർത്താ ഉറവിടങ്ങളെപ്പറ്റി എല്ലാ വാർത്തയിലും കൊടുക്കാറില്ല. അത് നിർബന്ധവുമില്ല, കൊടുക്കൽ നിർബന്ധവുമില്ല. അപ്പോൾ അതൊക്കെ വാർത്താ റിപ്പോർട്ടിങ്ങിൽ പെടുന്ന കാര്യങ്ങളാണ്. ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെയും റിപ്പോർട്ടറുടെ മനസ്സിൽ തനിയെ വരേണ്ടതുമാണ്. ബഹുജന മാധ്യമമായ പത്രം, റേഡിയോ, ടെലിവിഷൻ, സിനിമ, ഇൻ്റർനെറ്റ് എന്നിവയുമായി മാത്രം ബന്ധപ്പെട്ട് കിടക്കുന്നതല്ല വാർത്ത. മനുഷ്യകുലത്തിൻ്റെ ചരിത്രാരംഭത്തിൽ തന്നെ ജനങ്ങൾ വാർത്തകൾ പരസ്പരം കൈമാറാൻ തുടങ്ങിയിരുന്നു. ഒരു പ്രദേശത്തെ ജനങ്ങൾ കണ്ടുമുട്ടുമ്പോൾ പരസ്പരം വാർത്തകൾ വാമൊഴിയായിട്ട് കൈമാറിയായിരുന്നു പഴയ രീതി. കാലക്രമേണ ദിനപത്രങ്ങളുടെ വികാസവും വാർത്തകളുടെ വിപണനത്തിന് ആക്കം കൂട്ടി. വാർത്തകൾ ശേഖരിച്ച് വിതരണം ചെയ്യുന്നത് പിന്നീട് ഒരു തൊഴിലായിട്ട് മാറി. അങ്ങനെ പൊതുജനങ്ങൾക്ക് വാർത്തകൾ എത്തിച്ചു കൊടുക്കുന്ന സേവനദാതാക്കളായിട്ട് ആര് മാറി? മാധ്യമങ്ങൾ മാറി. അതുകൊണ്ട് തന്നെ മാധ്യമപ്രവർത്തകർക്കുള്ള ഉത്തരവാദിത്തങ്ങൾ വളരെ വലുതാണ്. വാർത്തകൾ കൃത്യതയോടെ വസ്തുനിഷ്ഠമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് ഒരു കടമയാണ് ആരുടെ? മാധ്യമ പ്രവർത്തകരെ അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ കടമയാണ്. അപ്പോൾ ഈ ഒരു യൂണിറ്റിലെ 1 വേർഡ് ക്വസ്റ്റ്യൻസ് കൂടി ഒന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം കേട്ടോ. വാർത്ത എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചോദ്യങ്ങൾ ഏതാണ്? അപ്പോൾ പറഞ്ഞല്ലോ നമ്മൾ എന്താണ്? എന്ത്, എപ്പോൾ, എവിടെ, എന്തുകൊണ്ട്, എങ്ങനെ, ആര്, ഇതാണ് ചോദ്യങ്ങൾ. രണ്ടാമത്തത്, വാർത്ത എഴുതുമ്പോൾ സ്വീകരിക്കാവുന്ന നല്ല രചനാരീതി ഏതാണ്? ആൻസർ, വാചകം സങ്കീർണമാക്കാതെ ഉത്തരം ലഘുവായിട്ട് ചമയ്ക്കുക, അതായത് നിർമ്മിക്കുക. മൂന്നാമത്തത്, പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന സേവനദാതാക്കൾ ആരാണ്? മാധ്യമങ്ങളാണ് ഉത്തരം. 4, വാർത്തയുടെ അടിസ്ഥാന മൂലകങ്ങൾ ഏതാണ്? അതിൻ്റെ ആൻസർ 5 Wകളും ഒരു Hഉം. 5 Wകളും ഒരു Hഉം. ആ ക്വസ്റ്റ്യൻസാണത് കേട്ടോ. H ഹൗ എന്നുള്ളത് ബാക്കിയൊക്കെ W തുടങ്ങുന്ന ചോദ്യങ്ങളാണല്ലോ. 5-ാമത്തെ ചോദ്യം, മാധ്യമങ്ങളുടെ കടമ എന്താണ്? അപ്പോൾ പറഞ്ഞല്ലോ നമ്മൾ എന്താണ്? വാർത്തകൾ കൃത്യതയോടെ വസ്തുനിഷ്ഠമായി ജനങ്ങളിൽ എത്തിക്കുക. 6-ാമത്തത്, വാർത്തയ്ക്ക് പ്രധാനമായും എത്ര ഭാഗങ്ങളാണുള്ളത്? ഏതെല്ലാം? ആൻസർ 3 ഭാഗങ്ങൾ. ഇൻട്രോ, ബോഡി, പിന്നെ ട്രെയിൽ. ആമുഖം, പിന്നെ എൻ്റെ കണ്ടൻറ് ഉള്ളടക്കം, പിന്നെ ട്രെയിൽ. 7-ാമത്തത്, വാർത്താമൂലകങ്ങളെ ഏത് വാക്കുപയോഗിച്ചാണ് സൂചിപ്പിക്കുന്നത്? ന്യൂസ്. ഓരോ അക്ഷരം ഓരോന്നിനെ സൂചിപ്പിക്കുന്നു പറഞ്ഞല്ലോ. ന്യൂസ്, ന്യൂസ് വാല്യൂ. N, ന്യൂസ് വാല്യൂ. E, എംഫസിസ്. W, വർത്തിനസ്. S, സോഴ്സ്, ഉറവിടം പറഞ്ഞു. 8-ാമത്തത്, വാർത്താമൂലകങ്ങളിൽ പ്രധാനപ്പെട്ടത് ഏതാണ്? ആൻസർ സമകാലികത്വം. അതായത് നമ്മുടെ കാലഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കാണ് കൂടുതൽ മൂല്യമുണ്ട്. അപ്പോൾ കൂടുതൽ മൂല്യമുള്ളത് ഏതിനാണ്? സമകാലികത്വത്തിനാണ് കേട്ടോ. ഇതാണ് ഫസ്റ്റ് ഒരു യൂണിറ്റ് നമുക്ക് പഠിക്കാനുള്ളതിൽ ഫസ്റ്റ് യൂണിറ്റിൽ വരുന്നത്. ഇത് പ്രത്യേകം ശ്രദ്ധിച്ച് പഠിക്കുക. പിന്നെ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.